myself, Jinu, and we have one more director, and his name is Thankyu. Unfortunately, he is my husband too. Okay, fine. So, ഇന്ന് നിങ്ങളെല്ലാവരും ഒരു വൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നല്ലേ. എനിക്ക് ആ ഒരു സന്തോഷം നിങ്ങളുടെ ഫേസിൽ കാണാൻ പറ്റിയാണ്. കാരണം രാവിലെ ഞങ്ങളിവിടെ വന്ന് ഇരുന്നപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നല്ലോ, ഒരു അടിപൊളി മ്യൂസിക് കിട്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് 2 കൈയോടെ നിങ്ങളെ സ്വീകരിച്ചു. അപ്പം ഈ ഒരു 4-5 വർഷമല്ലേ, എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒരു അഡീഷണൽ വർഷത്തെ കോഴ്സും കൂടി ഉണ്ട്. ഇവരുടെ സർട്ടിഫിക്കറ്റിൽ അത് 6 വർഷം നാക്കി എഴുതി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു അഡീഷണൽ ഗ്രാജുവേഷൻ പോലെ അല്ലെ, ഒരു ഡിഗ്രി പോലെ ഒരു 1 ഇയർ കൂടെ ഇവരുടെ സർട്ടിഫിക്കറ്റിൽ പാവങ്ങൾ എഴുതി കൊടുക്കേണ്ടിയിരിക്കണം. 6 വർഷം പഠിച്ചു വരെ 5 വർഷം പഠിക്കേണ്ട സാധനം അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളെ ഈ ഒരു 5 വർഷക്കാലം നിങ്ങളെ കൊണ്ടു നടന്ന് നിങ്ങളിത് പഠിപ്പിച്ചെടുത്ത നിങ്ങളുടെ ടീച്ചേഴ്സിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് അല്ലേ. കാരണം അവരാണ് നമുക്ക് എല്ലാവർക്കും സപ്പോർട്ടുകളും തന്ന് നമ്മളിവിടെ വരെ കൊണ്ട് എത്തിച്ചത്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഫസ്റ്റ് സീറ്റിൽ ഞാനിവിടെ ഇരുന്ന് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് എല്ലാവരും കൈകളൊക്കെ അടിച്ച് നിങ്ങൾ അടിപൊളി മ്യൂസിക്കിൽ വന്നപ്പോൾ ഞാൻ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആൻറ്റിയുടെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഏതും ഒരു സ്റ്റുഡൻറ്റിന്റെ പാരന്റ് ആണ്. കാരണം പുള്ളിക്കാരുടെ മോളായിരിക്കാം, അതിനകത്തുണ്ട് പുള്ളിക്കാരെ ദൈവമേ, യേശുവേ, കർത്താവേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് കേട്ടു. എന്താണെന്നറിയാവോ? സന്തോഷം. ആ സന്തോഷം എനിക്ക് ആ ആന്റി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താ ഒരു വാടാമല്ല കളർ സാരിയെ കൊടുത്ത ആന്റി ബ്ലൂ കളർ ചുരിദാറിന്റെ പുറത്ത് ഉണ്ടായിരുന്നു ഐ തിങ്ക്. ഓക്കെ ഫൈൻ. അപ്പം പുള്ളിക്കാരിയാണ് ദൈവമേ, ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ആ നിറഞ്ഞ കണ്ണിൽ ഞാൻ കണ്ടത് എന്താണെന്നറിയോ? പ്രതീക്ഷ. ആ പ്രതീക്ഷ ആരാ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളുടെ പാരൻസിന്റെ പ്രതീക്ഷ നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങൾ എത്ര സ്റ്റെപ്പ് മുന്നോട്ട് പോയാലും മക്കളെ അത് നിങ്ങൾ മറക്കരുത്. ഞാൻ ഒരു മാസം 1000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് വിടുന്ന ഒരു അധ്യാപകയാണ്. ഞാൻ ക്ലാസ്സുകൾ എടുത്ത് പുറത്തുന്നതിന് മുമ്പ് അതിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് അഡീഷണൽ അഡ്വൈസോടെ കൊടുക്കാറ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം എന്റെ ക്ലാസ്സിലിരിക്കാൻ. കാരണം എന്റെ ക്ലാസ് ആയിട്ടുള്ള ഒരു കോമഡി എപ്പിസോഡായിട്ടാണ് പോവാറ്. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ അവരെ വളരെ ലളിതമായ രീതിയിൽ തമാശകളിലൂടെയാണ് ഞാൻ OET പഠിപ്പിക്കുന്നത്. OETയില് ഞാൻ ഡീൽ ചെയ്യുന്ന മൊഡ്യൂൾ OET സ്പീക്കിംഗ് ആണ്. JINU'S അക്കാഡമിയിൽ ഇപ്പൊ ഇവർ പറഞ്ഞതുപോലെ തന്നെ OET പഠനം മുതൽ OET എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എക്സാം ഉണ്ട്, CBT. സോ OET, CBT, NHS Interview Preparation ക്ലാസ്സസ് ആൻഡ് OSCE. ഇത്രയും കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ UK, ന്യൂസിലാൻഡ് ആൻഡ് അയർലൻഡിലോട്ട് നമ്മൾ സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. 10,000-കണക്കിന് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ 1000-കണക്കിന് എണ്ണത്തിൽ ഞങ്ങൾ ഓൾറെഡി റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങളൊക്കെ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരും കൂടെ ഞാൻ കയറ്റി വിടാന്നാണ് വിചാരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളെ കൂടെ കയറ്റി വിടാം. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ മാനേജറോട് ഞാൻ ചോദിച്ചു എന്താ ഞാൻ സംസാരിക്കേണ്ടത്. അപ്പൊ അവരെന്നോട് പറഞ്ഞ കാര്യം ഞാൻ OET പറ്റി പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കി. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 10-12 എണ്ണം ഓൾറെഡി ലണ്ടൻ ബ്രിഡ്ജിന്റെ ഫ്രണ്ടിലും അല്ലെ UK ഗാർഡന്റെ ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി സെൽഫി ഇട്ടിരിക്കുന്നു. ഈ നിങ്ങളോട് ഞാൻ എന്ത് OET പറ്റി പറയേണ്ടത്? അപ്പൊ പറയാം മേഡം ഇങ്ങോട്ട് മാറിയുന്നു, മേഡം ഞാൻ സ്റ്റേജിൽ കയറുന്നു പറയാം അല്ലെ. അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം OET എന്താണ്. ഇപ്പോഴത്തെ സ്റ്റുഡൻസിന്റെ ഒരു വൈബ് അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് എവിടെയാണ് ഞാൻ ചിന്തിച്ചുമാണ്. അപ്പൊ പലരും ഇതിനകത്ത് ഫസ്റ്റ് ഇയർ OET ജോയിൻ ചെയ്യുന്നത് തന്നെ എന്തിനാ? 4th ഇയർ കഴിഞ്ഞ് OET പരീക്ഷയിൽ പെട്ടെന്ന് UK പോകണം. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിലും നിങ്ങളുടെ പാരൻസ് അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും എന്നോട്. കാരണം അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പാരൻസ് എന്നോട് പറഞ്ഞ കാര്യമാണ്, മാഡം എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് തരുക, എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പ് പാസ്സാക്കി എങ്ങനെയെങ്കിലും ഒന്ന് UK കയറ്റി വിടാം പ്ലീസ് മാഡം. ഇത് ഞാൻ ഡെയിലി കേൾക്കുന്ന ഡയലോഗാ. ഹസ്ബൻഡെ കൊണ്ടുവിടാൻ പറ്റുക ഹസ്ബൻഡ്, പാരന്റെ കൊണ്ടുവിടാൻ പാരന്റ്. എത്രയും പെട്ടെന്ന് UK കയറ്റി വിടും. മനസ്സിലായോ? അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ അംബീഷൻ ഉണ്ടല്ലേ, പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു സ്ഥലത്ത് ജോലി വാങ്ങിക്കണം അല്ലേ. നിങ്ങൾക്കറിയാമോ ഇപ്പൊ ഉള്ള കേരള മാർക്കറ്റിൽ ഓക്കെ കറന്റ്ലി കേരളത്തിന്റെ മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ സാധനം എന്താന്ന് നിങ്ങൾക്കറിയാമോ? എനിബഡി ഗസ്? കേരള മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളൊരു സാധനം എന്ത്? തക്കാളിയോ? തക്കാളി
നിങ്ങളാ, നേഴ്സുമാരാ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്? എന്താ? It's one and only the reason is OET. എന്താണ് അറിയാമോ? OET വരുന്നതിന് മുമ്പും ഈ ലോകത്ത് നഴ്സുമാരുണ്ടായിരുന്നു, ഈ കേരളത്തിലെ നഴ്സുമാരുണ്ടായിരുന്നു. അന്ന് ആർക്കും നമ്മൾ വേണ്ടായിരുന്നു, അല്ലേ? ഞാനൊരു നഴ്സാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഒരു നേഴ്സാ. അന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പോ എന്റെ സാലറി 4000 രൂപയായിരുന്നു. ഇപ്പൊ അതാണോ? അപ്പൊ നിങ്ങൾ പറയും സാധനങ്ങൾക്കൊക്കെ വില കയറിയില്ലത്. ഡെഫിനറ്റ്ലി കയറിയിട്ടുണ്ട്. പക്ഷേ അന്നത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഒരു 4 years ബാക്ക്, നമ്മുടെ ഏകദേശം എനിക്ക് ഒരു 5 വർഷം ആകുന്നു, ഈ OET ഇറങ്ങിയതിന് ശേഷം മാർക്കറ്റിൽ നേഴ്സുമാർക്ക് ഭയങ്കര ഡിമാൻഡ്. അത് നിങ്ങൾ അറിയണമെങ്കിൽ ഒരു 10 വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുള്ള നേഴ്സുമാരെ ഒന്ന് നോക്കിയാൽ മതി. അവരുടെ ഹസ്ബൻഡുമാരുടെ ജോലി ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇന്ന് അങ്ങനെയാണോ? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷൻസ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ദാറ്റ്? ദിസ് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് OET. ബിക്കോസ് അവർക്കറിയാം നിങ്ങളെ അങ്ങ് കല്യാണം കഴിച്ചിട്ട് നിങ്ങൾ OET പഠിപ്പിക്കാൻ വിട്ടിട്ട് ഒരു 3 മാസത്തെ ചെലവേ ഉള്ളൂ. OET പഠിപ്പിക്കോട്ടെ, എങ്ങനെയെങ്കിലും ഈ സാധനത്തിൽ UK കത്തിക്കഴിഞ്ഞാൽ പിന്നാലെ എനിക്കൊരു ഫാമിലി വിസ കിട്ടും, എനിക്കും അവിടെ ചെന്നൊരു ജോലി കിട്ടും, ഞാനും അതിന്റെ സൈഡിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പൊക്കോളാം. ദിസ് ഈസ് എ റിയാലിറ്റി ആണ് ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭയങ്കര ഡിമാൻഡാണ് നേഴ്സ് പെൺപിള്ളേർക്ക്. പക്ഷെ എനിക്ക് പാരന്റ്സിനോട് ഒരു കാര്യം പറയാനുള്ളൂ. ദയവ് ചെയ്ത് അടുത്ത 5 വർഷത്തേക്ക് ഇവരാരും കല്യാണം കഴിപ്പിക്കരുത്. പരമാവധി മുതലാക്കിയിട്ട് വിട്ടാൽ മതി. എന്താണെന്നറിയോ? നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി സന്തോഷം ത്യജിച്ചവര്, നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി പലതും ഒരു വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പൈസ തരാൻ വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് പാരന്റ്സ് അവരോട് ഇന്ന് രാവിലെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞത്, ഒരിക്കലും നമുക്കൊരു താങ്ക്സ് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് പെൺപിള്ളേരുള്ളൊരു കൈൻഡ് റിക്വസ്റ്റ് ആണ്, ചാടിക്കേറി ആരും കല്യാണം കഴിക്കണ്ട. ഒരു 5 വർഷം വെയിറ്റ് ചെയ്യാം. ബിക്കോസ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൈം ഇതാണ്. അങ്ങേറ്റം ഒരു 22, 23 അല്ലേ? എത്ര ആയി കാണുമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ പറയാം, ഇത്ര ആയിട്ടുള്ളൂ. നിങ്ങൾക്കൊരു 5 വർഷം നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഈ 5 വർഷം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാത്രമല്ല നിങ്ങൾ സെറ്റിൽ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു സെറ്റിൽ യുവർ പാരന്റ്സ് ഓൾസോ. കാരണം കഷ്ടപ്പെട്ട് പൈസ മുടക്കി പഠിപ്പിക്കാൻ വിട്ടത് അവരാ. എന്നും UK-ലല്ല, ന്യൂസിലാൻഡല്ല, നിങ്ങൾ ഉഗാണ്ടയിൽ പോയാലും നിങ്ങൾ ആ കാര്യം മറക്കരുത്. OET ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ പറഞ്ഞു OET പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എന്നെക്കാളും നന്നായി ബിരുദാന്തര ബിരുദം എടുത്തിട്ടാണ് OET പറ്റി നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ OET കോഴ്സ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ JINU'S അക്കാഡമി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഓക്കെ, ഈ യൂട്യൂബ് ചാനൽ തുറന്നാൽ അവിടെ ഞാൻ തന്നെ ഉള്ളത്. ഓക്കെ, മിക്ക വീഡിയോയിലും ഞാൻ തന്നെ ഉള്ളത്. എവറി വീക്കിലെ എക്സാം ഇൻട്രോസ്പെക്ഷൻ, അതായത് നമുക്കൊരു മാസത്തിൽ 2 എക്സാം ഉണ്ട്. ആ 2 എക്സാമിന്റെ അപ്ഡേറ്റ്സ് ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ OET എത്ര സിമ്പിൾ ആക്കി സ്റ്റുഡൻസിലോട്ട് എത്തിക്കാം എന്നുള്ളൊരു ഗവേഷണം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾ വീഡിയോസ് അല്ല നിങ്ങൾ കാണേണ്ടത്. എന്റെ വീഡിയോസ് കാണാനല്ല എന്റെ ചാനൽ ഞാൻ പറയാൻ പറഞ്ഞത്. അതിന്റെ താഴെയുള്ള കമന്റ്സ് നിങ്ങൾ വായിക്കണം. ഇപ്പം JINU'S അക്കാഡമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികള്, പഠിച്ച് കഴിഞ്ഞ കുട്ടികള്, UK-യിൽ എത്തിയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെ, ന്യൂസിലാൻഡിൽ എത്തിയിട്ടുള്ള സ്റ്റുഡൻസ്, അവരുടെ കമന്റ്സ് നിങ്ങൾ അടിക്കിടക്കുന്ന വായിക്കണം. കുട്ടികളുടെ ബ്ലെസ്സിങ്ങുകളാണ്, സ്റ്റുഡൻസിന്റെ ബ്ലെസ്സിങ്ങുകൾ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് JINU'S അക്കാഡമി എന്ന് പറയുന്നത്. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ഓൺലി അവർ പ്യുവർ സർവീസ്. 2022 നമ്മൾ ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയപ്പോൾ ഒരേ ഒരു സ്റ്റുഡൻ്റാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മിനിമം 1000 പിള്ളേരെ 1 മന്തിൽ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിച്ച് അങ്ങോട്ട് ഇറക്കുന്നത്. ഒരു വർഷം മുമ്പ് ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് തുടങ്ങി ഇപ്പം നമ്മൾ 10,000-കണക്കിന് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ച് വിടണമെങ്കിൽ ഞങ്ങൾക്ക് പരസ്യമൊന്നുമില്ല. നിങ്ങൾക്ക് നോക്കിയാലറിയാം, ഇവിടെ ആലപ്പുഴയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു ഫ്ലെക്സ് പോലും നമ്മുടെ കാണത്തില്ല. ഇതെല്ലാം ഇത്രയും കുട്ടികളെ നമ്മൾ അന്വേഷിച്ച് വന്നത് നമ്മുടെ ക്ലാസിന്റെ ഫീഡ്ബാക്ക് ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഞങ്ങൾക്ക് കോമ്പറ്റേറ്റ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരുപാട് അക്കാഡമികളാണ് ഞങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരൊന്നും കോമ്പറ്റേറ്റീവ് ആയിട്ട് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ നമ്മുടെ സർവീസിൽ മാത്രം കോൺസെൻട്രേറ്റ്. 2022 മുതൽ 2023 ഈ ഒരു 1 ഇയറിന്റെ ഉള്ളില് നമുക്ക് 2 അവാർഡുകൾ കിട്ടി. ഒന്ന് ഹൈ ഫ്ലയർ ഇയർ ഓഫ് ദ അവാർഡ്
നമ്മുടെ ശൈല ടീച്ചർ എന്ന് കൊച്ചി വെച്ചിട്ടാണ് എനിക്ക് അവർ അവാർഡ് മേടിക്കാനായിട്ട് ഇറങ്ങുന്നത്. രണ്ടാമത്തെ അവാർഡ് ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി സാറിൽ നിന്ന് രണ്ടാമത്തെ അവാർഡ്. ആ അവാർഡ് എന്താണെന്നറിയോ? മോസ്റ്റ് ട്രസ്റ്റഡ് OET ബ്രാൻഡ് ഇൻ കേരള. എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവാർഡ് കിട്ടിയാലല്ലേ എനിക്ക് സന്തോഷം. ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട കാറ്റഗറി മോസ്റ്റ് ട്രസ്റ്റഡ് എന്താണെന്നറിയോ? ഇന്നത്തെ കാലത്ത് വല്ലവരും വിശ്വസിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളൂല അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും, നമ്മുടെ പാരന്റ്സ് പറയും. സോ ഈ ഒരു സിറ്റുവേഷനിലാണ് മോസ്റ്റ് ട്രസ്റ്റഡ് OET ബ്രാൻഡ് ഇൻ കേരള എന്നുള്ളൊരു അവാർഡ്, അങ്ങനെ ഒരു പട്ടം നമുക്ക് ചാർട്ട് കിട്ടിയത്, അതും വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്ന്. സോ ഹാപ്പി. ഇതിന്റെ എല്ലാം പുറകിൽ നമ്മൾ കൊടുത്തത് സ്റ്റുഡൻസിന് കൊടുത്തിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ക്ലാസ്സുകൾ, ഫുൾ ഡെഡിക്കേഷൻ. ഇപ്പം യൂട്യൂബ് ചാനലിന്റെ അടി സെർച്ച് ചെയ്താൽ ഒരുപാട് സ്റ്റുഡൻസ് കമന്റ് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക് പ്ലസ് ഡെഡിക്കേഷൻ സമം ജിനൂസ് അക്കാഡമി. ഞാൻ കാണാറുണ്ട്, സ്ഥിരം ഞാൻ കാണുന്നതാണ്. അത് നമ്മുടെ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾ നമുക്ക് തരുന്നുള്ള ഫീഡ്ബാക്ക് ആണ്. സോ നിങ്ങൾ OET പഠിപ്പം മിക്കവാറും ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 10-12 പഠിച്ചിറങ്ങി പോയി. അപ്പം ഇതിനകത്ത് കൂടുതലും നാട്ടിലുള്ള ആൾക്കാർ, നാട്ടിലുള്ള സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ പറയുന്ന ഒരു കാര്യം, ലാംഗ്വേജ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ, ഇംഗ്ലീഷിൽ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പൊ നമ്മൾ ചോദിക്കാം എന്താ കാര്യം? അബ്രോഡ് ഉള്ളവർ പിന്നെയും കുഴപ്പമില്ല, കാരണം അവർക്ക് അവിടെ ഫിലിപ്പീൻസ് ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് വാലും മുറിയില്ലാത്ത ഇംഗ്ലീഷെങ്കിലും അറിയും. ഈവൺ ഇപ്പം MSc-ക്കാര് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടേഴ്സിനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഫാർമസിസ്റ്റിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവരൊക്കെ കോൺഫിഡന്റ് അല്ല എന്ന് വെച്ചാൽ ഇവരൊക്കെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കാണുന്നു, ഞാൻ സംസാരിക്കുന്നു, എൻ്റെ പേഷ്യൻ്റ് ഒരു വഴി, എൻ്റെ പേഷ്യൻ്റ് മലയാളി, ഞാൻ മലയാളി, എൻ്റെ കൂട്ടുകാർ മലയാളി, എൻ്റെ ചുറ്റുമുള്ള എല്ലാം മലയാളി. ഇതിലെവിടെയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് അല്ലേ? എവിടെയാണ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്? അപ്പൊ നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അതിനകത്ത് കോൺഫിഡൻസ് കുറവുള്ളത്. സോ ജിനൂസ് അക്കാഡമി ഈസ് ഫോക്കസിങ് ദ ബിലോ അവർ സ്റ്റുഡൻസ്. അന്നും ഇന്നും എന്നും ഈ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങളുടെ OET ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ജിനൂസ് അക്കാഡമി എന്ന് പറഞ്ഞ പേജ്, യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒന്ന് തുറന്ന് നോക്കണം. നിങ്ങൾക്കൊരു അസാധ്യ കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. കാരണം എൻ്റെ വാക്ക് മാത്രം വിശ്വസിച്ച് എൻ്റെ അക്കാഡമി ജോയിൻ ചെയ്തിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഓൾവേസ് വെൽക്കം ടു ജിനൂസ് അക്കാഡമി. Our new branch already open in Punnamada. So welcome you dears. ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ രണ്ടും നമുക്ക് ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരിക്കലും ഒരു ക്യാൻവാസൊക്കെയല്ല കേട്ടോ, തീർത്തും അല്ല. ഞാൻ പറഞ്ഞല്ലോ, പരസ്യങ്ങളെ വിശ്വസിച്ചോ എന്നെ വിശ്വസിച്ചോ നിങ്ങൾ എൻ്റെ അക്കാഡമി ജോയിൻ ചെയ്യണ്ട. പക്ഷേ ഞാൻ കോൺഫിഡൻ്റ് ആണ്. നിങ്ങൾ ആ ചാനൽ ഒന്ന് തുറന്നു നോക്കി അതിന് താഴെയുള്ള കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ജിനൂസ് അക്കാഡമിയിലോട്ട് വരും. അതെൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.